കേരള സർവകലാശാലയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഭാരതാംബ ചിത്ര വിവാദങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതിരിക്കുകയാണ് വിസിയും രജിസ്ട്രാറും സിൻഡിക്കേറ്റും. ഫയൽ നീക്കം പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്നതിനിടയിലും അധികാരമുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് വിസി മോഹനൻ കുന്നുമ്മൽ. രജിസ്ട്രാർക്ക് ഔദ്യോഗിക വാഹനം നൽകരുതെന്ന് മോഹനൻ കുന്നുമ്മൽ ഉത്തരവിറക്കി. എന്നാൽ രജിസ്ട്രാർ KS അനിൽകുമാർ ഉത്തരവ് തള്ളി. BJP സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ സമർപ്പിച്ച ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഗുഡ് മോർണിംഗ്. സർവകലാശാലയിലെ അധികാര വടംവലിയും പരസ്പരം ആരോപണങ്ങളും നടപടികളും ഒക്കെ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇപ്പോഴും ഫയൽ നീക്കം സ്തംഭിച്ചിരിക്കുന്നു. വിസി ഒരു തട്ടിൽ നിൽക്കുന്നു, രജിസ്ട്രാറും സിൻഡിക്കേറ്റും മറുവശത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വലിയൊരു ഭരണ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഈ വാഹനം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടരുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഹർജിയുമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിൽ എന്തിനാണ് ഈ PS ഗോപകുമാർ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നു? ഒപ്പം തന്നെ സർവകലാശാലയിൽ എത്രത്തോളം ഭരണ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സിജു? കേരള സർവകലാശാലയിൽ അസാധാരണമായ സാഹചര്യം എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരിടത്ത് പോലും ഇത്തരത്തിലൊരു പ്രവർത്തനം ഒരു സർവകലാശാലയുടെ പേരിലും സർവകലാശാലയിലും ഉണ്ടാവുമെന്ന് ഇപ്പോഴും തോന്നുന്നില്ല. കാരണം സർവകലാശാല VC ഒരിടത്തും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മറ്റൊരിടത്തും നിൽക്കുന്നു. അതിനിടയിലാണ് ഒരു രജിസ്ട്രാർ കസാരയും അതിനു വേണ്ടിയിട്ടുള്ള 2 പേരും നിലനിൽക്കുകയും ചെയ്യുന്നത്. ആരാണ് രജിസ്ട്രാർ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 രജിസ്ട്രാർമാർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള അസാധാരണമായ ഒരു സാഹചര്യം മിക്കവാറും കേരള സർവകലാശാലയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെല്ലാം സംഭവിക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ച് ഇവരാരും ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിന് എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കാതെ ഉടനെ ഒന്നും ഉണ്ടാവും തോന്നില്ല. കാരണം ഒന്നിനു പറയുക ഒന്നൊന്നായി വരുന്നത്. കാരണം ആദ്യം രജിസ്ട്രാർ ഓഫീസിൽ കയറ്റത്തില്ല എന്ന് പറയുന്ന നിയമയുദ്ധത്തിലോട്ട് പോകുമ്പോൾ അത് ഏകദേശം വഴി അടഞ്ഞു കഴിയുന്ന അടുത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പം രജിസ്ട്രാർക്ക് വണ്ടി ഉപയോഗിക്കാനുള്ള അനുമതി VC കൊടുക്കുന്നില്ല, അത് രജിസ്ട്രാർ തള്ളുകയും ചെയ്യുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളിലാണെങ്കിൽ രജിസ്ട്രാറെ പിന്തുണച്ചുകൊണ്ട് ശക്തമായ രംഗത്ത് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും VC ഇന്നും ഇങ്ങോട്ട് എത്താനുള്ള സർവകലാശാലയിലേക്ക് എത്താനുള്ള സാഹചര്യമില്ല. കാരണം VCക്ക് അറിയാം VC വന്നാൽ വന്ന വഴി അല്ല വന്നതുപോലെ പോകില്ല എന്നറിയാം. കാരണം SFIയുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വലിയ റിസ്ക് എടുക്കാൻ വേണ്ടി VC തയ്യാറാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനൊരു അറുതി വേണം, അതെങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. എന്തായാലും ഹർജിയുമായി ബന്ധപ്പെട്ട് BJP അംഗങ്ങളായിട്ടുള്ള നോമിനൽ ആയിട്ടുള്ള ആളുകളാണ് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അവിടെ സുരക്ഷ ഒരുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഹർജിയിൽ ആവശ്യമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി വരുമ്പോൾ മറ്റ് തീരുമാനങ്ങളിലേക്കും മറ്റ് നടപടികളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് അധികാരത്തിൽ ആർക്കാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അധികാരത്തിലേക്കൊക്കെ ഒരു കൃത്യത വരുന്നതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്.